ജസ്റ്റ് തിരിഞ്ഞു പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. നമ്മൾ കറക്റ്റായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒയർ ഇഞ്ചാണ് വരണത്, മെയിൻ ലൈൻ 1 ഇഞ്ചാണ് വരണത് പമ്പിൻ്റെ. അതിൽ നമ്മളെ വൈറ്റ് ടേപ്പ് നല്ലപോലെ അടിക്കുന്നുണ്ട്. അതിനുശേഷം ഷെല്ലാക്കും കറക്റ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇട്ടൊരു വീഡിയോ കണ്ടവർക്കറിയാം ഈ ആഴ്ച നമ്മൾ ഏത് വീഡിയോ ആണ് പമ്പിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ ഇട്ടിരുന്നത് വെച്ചാൽ ഒരു പ്രഷർ പമ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ആഴ്ച ഇട്ടുന്ന കഴിഞ്ഞ ആഴ്ച ഇട്ടേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്ത പ്രഷർ പമ്പ് ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ട് എങ്ങനെ അതിനങ്ങനെ ടാങ്കി വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പൊന്ന് കത്തിപ്പോതെ എങ്ങനെ സുരക്ഷിതമായി വെക്കാന്നുള്ള വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഔട്ട് ലൈനാണ് കൂടെ നമ്മൾ നോക്കിയിരുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ഇൻ ലൈനാണ്, അതായത് നമ്മളെ സർക്കാരിന്റെ, അതായത് നാട്ടിലായിക്കോട്ടെ ഗൾഫിലായിക്കോട്ടെ ഈ സർക്കാരിന്റെ മെയിൻ വരേണ്ടത് അത് പ്രഷർ കുറവായിരിക്കും, വെള്ളത്തിന് വലിയ പ്രഷർ ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ പ്രഷർ കുറഞ്ഞ വരുന്ന വെള്ളത്തിന് ഫ്രണ്ടിൽ ഒരു പമ്പ് വെച്ചതിന് ശേഷം ആ പമ്പ് വഴി നമ്മൾ നല്ല ഫാസ്റ്റിന് നമ്മൾ ടാങ്കിൽ എങ്ങനെയാണ് നിറയ്ക്കാനുള്ള വീഡിയോ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്കറിയാം നാട്ടിലായിക്കോട്ടെ ഗൾഫിലായിക്കോട്ടെ എപ്പോഴും വെള്ളം വരുന്ന ഈ പ്രഷർ ഈ എയർമറിലായി വെള്ളം എപ്പോഴും നമുക്ക് കിട്ടിക്കോളണമെന്നില്ല. അങ്ങനെ വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ ഒരു പക്ഷേ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൾഫിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് വെച്ചിട്ട് വില്ലലിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വില്ലലിലൊക്കെ ഇത് വർക്ക് ചെയ്യണവർക്ക് അറിയാം. ടാങ്ക് വെച്ചിട്ട് അവിടെ ഗാർഡനിലൊക്കെ ഇതിലേക്ക് വെള്ളം അടിക്കുക. എന്നിട്ട് അത് ഓട്ടോമാറ്റിക് ചെയ്താൽ വെച്ചേക്കുന്നത്, ട്രിപ്പായിട്ടൊക്കെ ഒരു ഓട്ടോമാറ്റിക് ചെയ്താൽ വെച്ചേക്കണം. അപ്പൊ ഈ ട്രിപ്പൊക്കെ ഒരു 15-20 മിനിറ്റ് ഓടുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ടാങ്കിൽ വെള്ളം കറക്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം കാലിയായി പോകും. അപ്പോൾ ടാങ്കിൽ വെള്ളം കാലിയായി കഴിഞ്ഞാൽ ഈ പമ്പ് ഇപ്പം ലൈനിലെ പമ്പ് ഓഫായി കിടക്കും എന്ന് വെച്ചാൽ ഫ്ലോട്ട് സ്വിച്ച് താഴെ ഓഫായി കിടക്കും. അപ്പൊ ഇന്നിൽ വരുന്ന വെള്ളം ഇപ്പം ഇന്നിലായിട്ട് വരുന്നത്, അതായത് മെയിൻ പമ്പിൽ നിന്ന് അടിച്ച് കയറുന്ന വെള്ളം ഫ്ലോട്ട് സ്വിച്ച് ഓൺ ആകും, വെള്ളം ഇല്ലാതെ. അങ്ങനെ ഫ്ലോട്ട് സ്വിച്ച് വെള്ളം ഓണായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ലൈനിൽ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പമ്പ് കത്തിപ്പോവും. അത് ഉറപ്പായിട്ട് പമ്പ് കത്തിപ്പോവും. വെള്ളം ഇല്ലാതെ അവിടെ കഴിഞ്ഞാൽ പമ്പ് കത്തിപ്പോവും. അപ്പൊ അങ്ങനെ പമ്പ് കത്തിപ്പോയിരിക്കാൻ നമ്മളെ പൈസ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഗൾഫിലൊക്കെ എനിക്ക് തോന്നുന്നു 6 ദിനാർ 7 ദിനാറൊക്കെ ആണെന്ന് തോന്നുന്ന സെൻസർ. നാട്ടിലിപ്പോ ബാങ്ക് റേറ്റ് കൂടി കുറഞ്ഞെങ്കിലും എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഗൾഫിൽ നമ്മളിപ്പോ ഞാൻ ബേറിലുള്ളതുകൊണ്ട് ബേറിന്റെ റേറ്റാണ് പറഞ്ഞത് 6-7 ദിനാറേ ഉള്ളൂ ഈ സെൻസർ. ഈ സെൻസർ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ സെൻസർ മേടിച്ച് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സെൻസർ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെൻസർ മേടിച്ച് നിങ്ങളെ പമ്പിന്റെ ഔട്ട് ലൈനിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻസറിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പമ്പ് ഓൺ ആവുള്ളൂ. ലൈനിൽ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പ് ഓഫായി കിടക്കും. അപ്പൊ അങ്ങനെ ഒരു സെൻസർ എങ്ങനെയാണ് നമ്മളെ ലൈനിൽ മേടിച്ച് ഫിറ്റ് ചെയ്യാനുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ ലൈക്ക് ആകുന്നത്, അതുകൊണ്ട് അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ ലൈക്ക് ചെയ്താൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ നേരെ അപ്പോൾ ഈ കാണുന്ന നമ്മളെ പമ്പ് ഇത് പുതിയ പമ്പായിരുന്നു, പക്ഷേ വെള്ളമില്ലാതെ ഓടിയിട്ട് ഈ പമ്പ് കത്തിപ്പോയതാണ്. അപ്പോൾ ഈ പമ്പ് നമ്മൾ മാറ്റിയിട്ട് നമ്മളിനി പുതിയ പമ്പാണ് വയ്ക്കുന്നത്. ഇവിടെ ബെയറിലൊക്കെ ബൈൻഡിങ് ചെയ്യണതും റീബൈൻഡിങ് ചെയ്യണതും പുതിയ പമ്പായിട്ട് വലിയ പൈസ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ പമ്പ് തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇനി വെള്ളം ഇല്ലാതെ കഴിഞ്ഞാൽ പമ്പ് കത്തിപ്പോയിരിക്കാനുള്ള സെൻസർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസർ ഉണ്ടെങ്കിൽ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പ് വർക്ക് ആവത്തില്ല. അപ്പോൾ പമ്പ് നല്ല സുരക്ഷിതമായിട്ടിരിക്കും, വെള്ളമില്ലെങ്കിൽ പമ്പ് വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻസർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റിലല്ല, ഇവിടെ വെച്ച് നമ്മളെ വർക്ക്ഷോപ്പിൽ വെച്ച് സെൻസറെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് സൈറ്റിൽ കറക്റ്റ് അത് വാട്ടർ ലൈൻ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അത് അതിനാണ് പവറും. ഇതാണ് നമ്മളെ സെൻസർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മളെ സെൻസർ. അപ്പോൾ സെൻസർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇന്ന ഔട്ടൊക്കെ അത് മെഷർ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് നിങ്ങൾ നോക്കി ചെന്ന് ഫിറ്റ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് വർക്ക് ആകത്തില്ല. ഇതെൻ്റെ കേക്കിലൊക്കെ ബുക്കാണ്. അതിലെങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ള ഫുൾ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏത് സൈഡിലോട്ടാണ് വയ്ക്കാനുള്ളത്, എങ്ങോട്ടാണ് എങ്ങനെയൊക്കെ വാട്ടർ ലൈൻ കണക്ഷൻ ചെയ്യാനുള്ള എന്നൊക്കെ ഇത് കറക്റ്റ് മെഷീൻ ചെയ്തിട്ടുണ്ട്. അത് കണക്ക് അതിൻ്റെ ആ വയറിങ് എങ്ങനെയാണ് കൊടുക്കാനുള്ളത് അതിൻ്റെ അപ്പുറത്തെ പേജിലും കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഏത് രീതിയിൽ കൊടുക്കാനുള്ളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സൺസെറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മേലോട്ട് 2 ആരോ, അത് മേലോട്ട് തന്നെ വെച്ച് ഫിറ്റ് ചെയ്യണം. അതായത് വെള്ളം വന്നിട്ട് മേലോട്ട് പൊങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഈ വെള്ളം വരുമ്പോൾ മേലോട്ട് പൊങ്ങുമ്പോൾ ഇത് കണക്ക് അതിൻ്റെ അകത്തൊരു സെൻസറുണ്ട്. ഇതിങ്ങനെ പൊങ്ങുമ്പോൾ ആ സെൻസർ വർക്കാവുകയും അത് വെള്ളം വരുന്ന സമയത്ത് പമ്പ് ഓണാവുകയാണ് ചെയ്യുന്നത്. ആ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ താഴോട്ട് കിടക്കുമ്പം അങ്ങനത്തെ ഒരു മാഗ്നറ്റ് സെൻസറാണ്, അത് വർക്കാവത്തില്ല. അതിനുശേഷം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം ലീക്ക് വരാതിരിക്കാൻ നമ്മൾ വൈറ്റ് ടേപ്പ് നല്ലപോലെ അടിക്കുന്നുണ്ട്. അതിനുശേഷം ഷെല്ലാക്കും കറക്റ്റ് അടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ അവിടെ പോയി ഇളക്കി വീണ്ടും അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ വീണ്ടും അവിടെ പോയിട്ട് നമ്മൾ ഇളക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതാ ഇവിടെ കറക്റ്റ് മേലോട്ട് ആരോ മേലോട്ട് വെച്ച് തന്നെ നല്ല രീതിക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ കണക്ക് നിങ്ങൾ ടൈറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ആരോ മേലോട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ആരോ മേലോട്ട് തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്യണം. ഇതേ കണക്ക് ആരോ മേലോട്ട് തന്നെ ഫിറ്റ് ചെയ്യണം. നല്ലത് കറക്റ്റ് ആ വർക്കാവുള്ളൂ. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വർക്കാകത്തില്ല.
അതിനുശേഷം നമ്മൾ അതിൽ ഇത് 1 ഇഞ്ചാണ് വരണത്, മെയിൻ ലൈൻ 1 ഇഞ്ചാണ് വരണത് പമ്പിൻ്റെ. അതിൽ നമ്മളെ വാട്ടർ ലൈൻ 3/4 ഇഞ്ചാണ്. അപ്പോൾ 1-3/4 ഇഞ്ചിൻ്റെ റെഡ്യൂസർ ഒരു നിബിളിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് പമ്പിലേക്കുള്ള 1 ഇഞ്ചും ഔട്ട് വരണ സൈഡ് 3/4 ഇഞ്ചുമാണ്. അത് നമ്മൾ കോപ്പറിൻ്റെ ഫിറ്റിങ്സ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്കിന് നമ്മൾ മേലത്തെ ലൈനും അതിനൊക്കെ 1 ഇഞ്ചിൻ്റെയാണ് മെയിലാണ് പറഞ്ഞാൽ നമ്മൾ ഫീമിലിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മേലത്തെ ലൈൻ തങ്ങൾക്ക് 1 ഇഞ്ച് വിത്ത് 3/4 ഇഞ്ചിൻ്റെ റെഡ്യൂസർ ഇട്ട് നമ്മൾ കോപ്പർ റെഡ്യൂസർ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലാണ് ആ കാണലിലാണ് നമ്മൾ വാട്ടർ ലൈൻ കണക്റ്റിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും L എന്നത് മെയിൻ ലൈൻ, N എന്നത് ന്യൂട്രൽ, ഇപ്പുറത്ത് കാണിക്കുന്ന എർത്തിൻ്റെ സിമ്പിളാണ്, എർത്ത് ലൈനാണ്. അത് മെയിൻ ലൈനാണ്. അത് നമ്മൾ മെയിൻ ലൈനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള UV അതിൻ്റെ ഔട്ട് അതായത് പമ്പിലേക്കുള്ള ലൈനാണ് കണക്ട് ചെയ്യാനുള്ളത്. പമ്പിൻ്റെ എർത്ത്, പമ്പിൻ്റെ മെയിൻ, പമ്പിൻ്റെ ഔട്ട്, അത് ഔട്ട് ലൈനാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇത് പമ്പിൻ്റെ ലൈനാണ്. ഇത് എത്താത്തതുകൊണ്ട് നമ്മളിത് ജോയിൻ ചെയ്തിട്ട് ഒരു ചെറിയ വയർ വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പമ്പിൻ്റെ ലൈൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ജസ്റ്റ് തിരിഞ്ഞ് പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. നമ്മൾ കറക്റ്റായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ വയർ കറക്റ്റ് നമ്മളത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ വയർ വലിച്ചാലൊന്നും പോകത്തില്ല, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് അതിൻ്റെ മെയിൻ ലൈൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബ്രൗൺ ലൈൻ മെയിൻ ലൈനാണ്, ബ്ലൂ ലൈൻ ന്യൂട്രൽ ലൈനാണ്, യെല്ലോ ഗ്രീൻ ലൈൻ എർത്ത് ലൈനാണ്. അതൊക്കെ നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വയർ എടുത്തിട്ട് ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഇതാ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പമ്പെല്ലാം റെഡിയാണ്. ഇനി ഇപ്പോൾ സൈറ്റ് അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ലൈൻ കൊടുത്ത് വെള്ളത്തിൻ്റെ മെയിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്, പമ്പിൻ്റെ മെയിൻ ലൈൻ മെയിൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വാൽവ് ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എയർ കളഞ്ഞിട്ടുണ്ട്, വാൽവ് ഓപ്പൺ ആക്കി എയർ കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാൾവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്തൊരു ചോപ്പ് ലൈറ്റ് ഓപ്പണായിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ചോപ്പ് ലൈറ്റ് ഇപ്പോൾ അണയാൻ പറ്റും. അവിടെ ചോപ്പ് ലൈറ്റ് അണഞ്ഞിട്ടുണ്ട്. പച്ച ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് യൂണിറ്റിലോട്ടുള്ള പവർ വരുന്നതും, ചോപ്പ് ലൈറ്റ് എന്ന് വെച്ചാൽ പമ്പ് ഓൺ ഓഫ് ആകുമ്പോഴുള്ള ലൈറ്റാണ്. നിങ്ങൾ വീണ്ടും വാൽവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ വെള്ളം വരണ സമയത്ത് ഇവിടെ ചോപ്പ് ലൈറ്റ് ഇവിടെ കത്തിക്കിടക്കണം കാണാം. അത് വെള്ളം വരുമ്പോൾ ഉള്ള ലൈനാണ്. നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ട്, നല്ല പ്രഷറിന് വെള്ളം വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി പൂളിൻ്റെ ടാങ്കൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒരു പൂളിൻ്റെ ടാങ്കിൽ ഇതിൻ്റെ വെള്ളം കൊടുത്തേക്കണം. ഇവിടെ കാണാം പൂളിൻ്റെ ടാങ്കിൽ വെള്ളമില്ല, പമ്പില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ പമ്പ് വെച്ചപ്പോൾ പൂളിൻ്റെ ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ട്. ഇതാണ് നമ്മളെ പൂള്, വലിയ പൂളാണിത്. അപ്പോൾ ഈ പൂളിൽ നമ്മൾ ഈ ടാങ്കിൽ നിന്നാണ് ഇതിൻ്റെ വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം കറക്റ്റ് ടാങ്കിലോട്ട് വീഴുന്നുണ്ട്. അത് കണക്ക് തന്നെ ജിഗ്ഗൂസി ഉണ്ട്, അതിലും ഇതിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണുക. അതൊക്കെ നിങ്ങൾ വെറുതെ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ